ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജന രാമൻ ടി വി, ഡോക്ടർ രഞ്ജനാസ് ആയുർമോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബാക്ടീരിയൽ അണുബാധയാണ് ഷിഗല്ലോസിസ്. ജൂൺ മാസത്തിലെ കണക്കനുസരിച്ച് 226 രോഗബാധിത കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ 6 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1897 ജപ്പാനിൽ ഗുരുതരമായ വയറിളക്കം പടർന്നു പിടിച്ചു. ആയിരക്കണക്കിന് ആളുകളെ ബാധിച്ച ഈ രോഗത്തെക്കുറിച്ച് പഠനം നടത്തിയ ജാപ്പനീസ് ബാക്ടീരിയോളജിസ്റ്റായ കിയോഷി ഷിഗെയാണ് ഈ രോഗത്തിന് കാരണമായ ബാക്ടീരിയയെ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ബാക്ടീരിയയ്ക്ക് ഷിഗല്ല എന്ന പേര് നൽകിയത്. ഇദ്ദേഹം ആദ്യമായി കണ്ടെത്തിയ ബാക്ടീരിയയാണ് ഷിഗല്ല ഡിസെൻട്രി ടൈപ്പ് 1. പിന്നീട് ഗവേഷണങ്ങൾ പുരോഗമിച്ചതോടെ മനുഷ്യരിൽ രോഗമുണ്ടാക്കുന്ന ഷിഗല്ല ഫ്ലെക്സിനറി, ഷിഗല്ല സൊനെ, ഷിഗല്ല ബ്രോണ്ടി തുടങ്ങിയ ബാക്ടീരിയകളെ കൂടി ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഇതിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഷിഗല്ല സൊനെ എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് കൂടുതലായും കണ്ടെത്തിയിട്ടുള്ളത്. ഷിഗല്ല എന്നത് നമ്മുടെ കുടലിനെ ബാധിക്കുന്ന ബാക്ടീരിയയാണ്. ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന് രോഗമുണ്ടാക്കാൻ കഴിയും. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം കുടലിൽ അണുബാധയുണ്ടാക്കുകയും വയറിളക്കമുണ്ടാക്കുകയും ചെയ്യാം. ചിലരിൽ ഇത് സാധാരണ വയറിളക്കമായി കാണാമെങ്കിലും മറ്റു ചിലരിൽ ഇത് കഠിനമായ വയറുവേദനയും രക്തം കലർന്ന വയറിളക്കമായും മാറാൻ സാധ്യതയുണ്ട്. ഓറോഫീക്കൽ റൂട്ട് വഴിയാണ് സാധാരണയായി ഷിഗല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അതായത് രോഗബാധിതനായ ഒരാളുടെ മലം കലർന്ന ഭക്ഷണത്തിലൂടെയോ ശുദ്ധമല്ലാത്ത വെള്ളത്തിലൂടെയോ രോഗിയുമായുള്ള സമ്പർക്കത്തിലൂടെയോ കൈകൾ വൃത്തിയായി സൂക്ഷിക്കാത്തതിൽ കൂടെയോ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. കഠിനമായ വയറുവേദന, പനി, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, രക്തം കലർന്ന വയറിളക്കം, ക്ഷീണം, ഡീഹൈഡ്രേഷൻ തുടങ്ങിയവയാണ് ഷിഗല്ലയുടെ ലക്ഷണങ്ങൾ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, സ്കൂൾ ഡേ കെയർ എന്നിവിടങ്ങളിലെ കുട്ടികൾ, വയോധികർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, ഗർഭിണികൾ, ശുചിത്വമല്ലാത്ത സാഹചര്യങ്ങളിൽ താമസിക്കുന്നവർ തുടങ്ങിയവരിലാണ് ഷിഗല്ല ബാക്ടീരിയ കൂടുതലായി അണുബാധയുണ്ടാക്കാൻ സാധ്യതയുള്ളത്. സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക, തിളപ്പിച്ചോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക, ഭക്ഷണം ശുചിത്വത്തോടെ തയ്യാറാക്കുക, വയറിളക്കമുള്ളവർ മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. സ്റ്റൂൾ എക്സാമിനേഷൻ, സ്റ്റൂൾ കൾച്ചർ, PCR തുടങ്ങിയ ടെസ്റ്റുകളിലൂടെയാണ് ശരീരത്തിൽ ഷിഗല്ല രോഗബാധയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷിഗല്ലയുടെ ചികിത്സയിൽ പ്രധാനമായും ചെയ്യുന്നത് ORS കൊണ്ട് ഡീഹൈഡ്രേഷൻ തടയുക എന്നതാണ്. അതുപോലെ തന്നെ ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുക, വിശ്രമിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റിബയോട്ടിക്കുകൾ കഴിക്കുക എന്നതൊക്കെയാണ്. സ്വയം ചികിത്സ കഴിവതും ഒഴിവാക്കുക. അക്യൂട്ട് അണുബാധയുള്ള സമയത്ത് ആധുനിക വൈദ്യത്തിൻ്റെ സഹായം തേടുന്നതായിരിക്കും നല്ലത്. രോഗിയുടെ അവസ്ഥ മെച്ചപ്പെട്ടതിന് ശേഷം രോഗിയുടെ ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരീരബലം വീണ്ടെടുക്കുന്നതിനും വേണ്ടി രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ആയുർവേദ ചികിത്സ തേടാവുന്നതാണ്. രക്തം കലർന്ന വയറിളക്കം ഒരിക്കലും നിസ്സാരമായി കാണരുത്. സമയത്ത് ചികിത്സ തേടുന്നതിലൂടെ ഗുരുതരമായ സങ്കീർണതകൾ ഒഴിവാക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.